ഹായ്, അസ്സലാമു അലൈക്കും. നമുക്ക് ഇന്നിവിടെ 10 മിനിറ്റിൽ എങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു പാത്രം അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുകിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് കരിവേപ്പില വിതറാം. കറിവേപ്പില മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന 6 സവാള ചേർക്കാം. അത് വരണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ചേർക്കാവുന്നതാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും പച്ചപ്പണം മാറുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർക്കാം. സവാള വരണ്ടു വരുന്ന സമയത്ത് നമുക്കൊരു മിക്സിയുടെ ജാറെടുത്ത് അതിനകത്ത് കുറച്ച് തേങ്ങ ചേർത്ത് ഒരു അല്ലി വെളുത്തുള്ളിയും ചേർത്ത് മഷി പോലെ അരച്ചെടുക്കാം. വരണ്ടു വന്ന സവാളയിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഗരം മസാല പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ചേർക്കാവുന്നതാണ്. സവാള നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ചേർക്കാവുന്നതാണ്. അതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ വീഴ്ത്തി നന്നായിട്ട് ഇളക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഇളക്കുക. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർക്കാവുന്നതാണ്. നമുക്ക് അതിലോട്ട് ഒരു മസാല ഒഴിക്കാം. അതിന് വേണ്ടിക്ക് ഒരു കുഞ്ഞൊരു തടുക്ക പാൻ വെച്ചു. അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മൂപ്പിക്കുക. മൂപ്പിച്ച മുളക് പൊടിയും എണ്ണയും മിശ്രിതം നമുക്ക് മുട്ടക്കറിയിട്ട് ചേർക്കാവുന്നതാണ്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് തിളപ്പിക്കുക. നമ്മുടെ മുട്ടക്കറി റെഡിയായി. ഈ മുട്ടക്കറി എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.